അങ്ങനെ നമ്മൾ കോളേജിലെത്തി കേട്ടോ. അങ്ങനെ കോളേജിൽ കയറിയിട്ട് ഞാൻ ക്ലാസ്സിലോട്ട് പോയില്ല, ഞാൻ നേരെ ഓഡിറ്റോറിയത്തിലോട്ടാണ് പോയത്. ഓഡിറ്റോറിയത്തിൽ പോയപ്പോൾ ഇവിടെ മോക്ക് പെർഫോമൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ബോയ്സിൻ്റെ ഭരതനാട്യം നടക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. എന്താ പറയുക, ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ ചെയ്തു. ഇതിപ്പോൾ ഞാൻ ഡാൻസ് കളിച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ, ഞാൻ എൻ്റെ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം ക്ഷീണിച്ചിരിക്കുന്ന ഇതാണ് ഇപ്പം കാണുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പം പിന്നെ നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക്കും ലൈറ്റ് മ്യൂസിക്കും നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ നമ്മൾ സൈറ്റിൽ മാറി നിന്ന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. എന്നെ ഇവളാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവളെ എൻ്റെ ആദ്യത്തെ കോളേജിലെ വ്ളോഗിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല സിംഗറാണ്. അവളാണ് പ്രാക്ടീസ് ചെയ്യിച്ചിരുന്നത് എൻ്റെ ക്ലാസിക്കൽ മ്യൂസിക്. അപ്പം പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവിടെ ആദർശുണ്ട് കേട്ടോ, അവിടെ മെയിൽ ക്ലാസിക്കൽ മ്യൂസിക് പാടുന്ന ചെറുക്കനുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പാട്ട് പാടിയപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടിത്തരാൻ പറഞ്ഞപ്പോൾ അങ്ങനെ അവൾ പാടി തന്നതാണിത്.